എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യും. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്കല്ല പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കുക എന്നൊരു വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. കുടുംബങ്ങളെ, വിശ്വാസ സമൂഹത്തിന് ദൈവവചനം ശക്തമായി കൊടുക്കുന്ന, അലസത കാട്ടാതെ അനുസരിക്കേണ്ടതായ നിർദ്ദേശമാണ് യേശുവിനെ നോക്കുക എന്നുള്ളത്. വീണ്ടും ജനനാനുഭവം പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതൽ തൻ്റെ മുൻപിൽ ദൈവം വച്ചിരിക്കുന്ന ആ മഹാസന്തോഷം പ്രാപിക്കേണ്ടതിന് വേണ്ടി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി യാത്ര ചെയ്തെങ്കിലേ മതിയാകൂ. ഏതു സമയത്തും ഏതു സാഹചര്യത്തിലും ഭക്തനെ നോക്കുവാൻ യോഗ്യനായ ഒരേ ഒരുവൻ മാത്രമാണ് കർത്താവായ യേശുക്രിസ്തു. വീണ്ടെടുക്കപ്പെട്ടവർ യേശുവിനെ നോക്കുവാനുള്ള കാരണങ്ങളിൽ ഒന്നിനെക്കുറിച്ച് ഈ വാക്യത്തിൽ നിന്ന് ചിന്തിക്കുവാനാണ് അല്പസമയം താല്പര്യപ്പെടുന്നത്. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവൻ എന്നതിനാലാണ് നാം ക്രിസ്തു യേശുവിനെ നോക്കി യാത്ര ചെയ്യുവാനുള്ള കാരണങ്ങളിൽ ഒന്ന്. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് ഇന്ന് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനാകയാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവൻ അവിടെ ഇപ്പോൾ ഇരിക്കുന്നത് പ്രിയരെ നമുക്ക് വേണ്ടിയാണ്. അവൻ അവിടെ ഇരിക്കുന്നതിൻ്റെ അനുഭവങ്ങളാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവനായിരിക്കണം ഒരു ദൈവപൈതൽ. യേശുക്രിസ്തു ഇന്ന് സ്വർഗസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭൂമിയിലുള്ള സകല പുരോഹിതന്മാരും നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയുടെ പരപ്പിലുള്ള തൻ്റെ ശുശ്രൂഷ തികച്ച ശേഷം നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇന്ന് തന്നിൽ ആശ്രയിക്കുന്ന ജനത്തിനു വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. എബ്രായർ 10-11 വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ മരണത്തെ ജയിച്ചെഴുന്നേറ്റ യേശുവിനെ കുറിച്ചൊന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. 10-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളില് യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. പ്രിയരെ, ഇസ്രയേലിലെ പുരോഹിതന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരൊക്കെയും നിൽക്കുന്നു എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശുശ്രൂഷ തികയ്ക്കാതെ അവർക്ക് ഇരിക്കുവാൻ അനുവാദമില്ല. അവർ നിൽക്കുന്നു എന്ന് കാണുന്നതിനാൽ അതിനർത്ഥം ശുശ്രൂഷ തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏൽപ്പിക്കപ്പെട്ട വേല തീർന്നിട്ടില്ല. അവരുടെ ശുശ്രൂഷയാൽ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശരീരമെന്ന യാഗത്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി ഏകയാഗം കഴിച്ചിട്ട് തൻ്റെ ശുശ്രൂഷയ്ക്ക് തികവ് വന്നതിനാലും എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ഇപ്പോഴും വലത്തുഭാഗത്തിരിക്കുന്നവനായും ഇരിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്നാണ് 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന ഭാഗം. അവൻ അവിടെ ഇരിക്കുന്നതിനാൽ ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. കാരണം എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ സാധിപ്പിച്ചിരിക്കുന്നു.
9-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. പ്രിയരെ, ഇപ്പോഴും വലത്തുഭാഗത്തിരുന്ന് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഏക മധ്യസ്ഥനായി കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്യുന്നു. റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഓർപ്പിക്കുന്നു, ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യും. തന്നിൽ ആയിത്തീർന്നവർക്ക് വേണ്ടി, യേശുക്രിസ്തുവിലായിത്തീർന്നവർക്ക് വേണ്ടി, തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ നിയമത്തിന്റെ ഏക മധ്യസ്ഥൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവൻ മധ്യസ്ഥൻ മാത്രമല്ല, ഭൂമിയിൽ വരാൻ കാത്തിരിക്കുന്ന രാജാവുമാണ്. രാജത്വം പ്രാപിച്ച് വീണ്ടും മടങ്ങി വരുവാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയ മഹാപുരോഹിതനും ഏക മധ്യസ്ഥനുമായ തൻ്റെ പ്രിയപുത്രനായ ക്രിസ്തുവിനോട് പിതാവാം ദൈവം പറഞ്ഞത്, സങ്കീർത്തനക്കാരൻ അത് പ്രവചനാത്മാവിൽ ഓർപ്പിക്കുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്നതാണ്. പ്രിയരെ, ഇന്നും ക്രിസ്തു അവിടെ ഇരിക്കുന്നു. തൻ്റെ ശത്രുക്കളെയെല്ലാം തൻ്റെ പാദപീഠമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒടുവിലത്തെ ശത്രുവായ മരണവും നീങ്ങിപ്പോകും. അപ്പോൾ കർത്താവ് രാജത്വം പ്രാപിച്ച് പൊൻകിരീടം ചൂടിക്കൊണ്ട് രാജാതിരാജാവായി ക്രിസ്തു മടങ്ങി വരുവാൻ കാലമായിരിക്കുന്നുവെന്ന് വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിച്ച് ഗ്രഹിക്കുവാൻ കഴിയും. കൂടപ്പിറപ്പുകളെ, നമ്മുടെ മഹാപുരോഹിതൻ ഇന്നും തൻ്റെ ഉത്തരവാദിത്വം ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ നാം അവങ്കലേക്ക് മാത്രം കണ്ണുകൾ ഉയർത്തി നോക്കേണ്ടവരാണ്. നാം ഇന്ന് അന്വേഷിക്കേണ്ടതും അവനിരിക്കുന്നിടമായ ഉയരത്തിലേതാണ്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ വായിക്കാൻ കഴിയുന്നത്. പ്രിയരെ, നാം ജയാളിയായി ക്രിസ്തുവിനെ നോക്കേണ്ടതിൻ്റെ രണ്ടാം കാരണം, അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനായതുകൊണ്ടാണ്. അതുകൊണ്ട് നാം ഇന്നും അവങ്കിലേക്ക് തന്നെ നമ്മുടെ ദൃഷ്ടി ഉയർത്തുക, അവനെ നോക്കി അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ഞങ്ങളെ ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ, ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഇന്ന് പകലിലും വചനം കേട്ട് ധ്യാനിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവിനായി ഞങ്ങളെ നിറയ്ക്കേണ്ടതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കി ഞങ്ങളുടെ മുൻപോട്ടുള്ള യാത്ര പൂർത്തീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനം ഭാരമുള്ളവരായി വേദനയുള്ളവരായി കഴിയുന്നവർ ഇതിൻ്റെ നടുവിലുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ഭാരത്തെ അകറ്റിക്കൊടുക്കണം, അഴിച്ചു കളയണം, അവർക്ക് സൗഖ്യം കൊടുക്കണം. ജനം വിടുവിക്കപ്പെടട്ടെ കർത്താവേ. പ്രാർത്ഥന കേട്ട വൻകൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.